ഇന്നിപ്പോൾ ബീഹാറിലേക്ക് പോവുകയാണ്. അവിടെ വോട്ട് കൊള്ളക്കെതിരായുള്ള രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര സമാപിക്കുകയാണ്. രാവിലെ 11 മണിയോടെ പട്നയിലെ ഗാന്ധി മൈതാനത്ത് നിന്നും അംബേദ്കർ പാർക്കിലേക്ക് പദയാത്രയോടുകൂടിയാണ് സമാപനം. നമുക്കറിയാം, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, ഒപ്പം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ യാത്രയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഒപ്പം തന്നെ റഷീദിനോടൊപ്പം സഖാവ് MA ബേബി കൂടി ചേരുകയാണ്. റഷീദ, അതായത് നമുക്കറിയാം 25 ജില്ലകളിലായി 110ഓളം മണ്ഡലങ്ങളിലൂടെയായിരുന്നു ഈ 16 ദിവസത്തെ യാത്ര. അതിന്നിപ്പോൾ അവസാനിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്താണ് ഉദ്ദേശിച്ചത്? ഈ കള്ള വോട്ട് കൊള്ളയെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനം കൂടിയാണ് ബീഹാറിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഭദ്ര, തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ വോട്ട് കൊള്ളക്കെതിരെ ഇന്ത്യ സഖ്യം ഒന്നടങ്കം സംഘടിപ്പിച്ചിട്ടുള്ള വോട്ടർ അധികാർ യാത്ര ഇന്ന് സമാപിക്കുകയാണ്. ബീഹാറിലെ പട്നയിലെയും വെച്ചാണ് ഈ സമാപന സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. 11 മണിയോടുകൂടി ഗാന്ധി മൈതാനിൽ നിന്നും പദയാത്രയും അതോടൊപ്പം പൊതുസമ്മേളനവും നടക്കും. നിരവധി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ തന്നെയും ഈ യാത്രയിൽ പങ്കാളികളാവും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ട് കൊള്ളക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 15 ദിവസങ്ങളിലായി നിരവധി ജില്ലകളിലൂടെ 1300ഓളം കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ യാത്ര ഇന്ന് അവസാനിക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രക്ഷോഭം ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യത്തിന് തീർക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. നിരവധി നേതാക്കൾ ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ, അതോടൊപ്പം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. അതോടൊപ്പം CPIMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പട്നയിൽ നടക്കുന്ന ഈ പ്രതിഷേധവും, അതായത് ഈ സമാപന സമ്മേളനവും വലിയ ഒരു പ്രക്ഷോഭമാക്കി തീർക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ഒരു പ്രതിഷേധത്തോടു കൂടി, റാലിയോട് കൂടിയായിരിക്കും ഈ ഒരു പ്രതിഷേധം ഇന്ന് ആരംഭിക്കുകയും ചെയ്യുക.